Today we are going to read the 24th ദശകം. ഇന്നിക്ക് നമ്മൾ 24ാമത്തെ ദശകമാണ് വായിക്കാൻ പോകുന്നത്. നരസിംഹാവതാരത്തെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. നരസിംഹാവതാരത്തിൽ പ്രഹ്ലാദ ചരിത്രമൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഹിരണ്യാക്ഷേ പ്രോത്രിപ്രവരവപുഷാദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലപിത തൃതീയേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭകശിപുഃ അമര അരാധി സദസി പ്രതിജ്ഞാമാതേന തപകില വധാർത്ഥം മധുരിപോ ഹിരണ്യാക്ഷേ പൗത്രിപ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലപിത ധൃതിഃ ഏതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുഃ അമര അരാധി സദസി പ്രതിജ്ഞാം ആതേന തപകില വധാർത്ഥം മധുരിപോ. ഹേ മധുവൈരിയായ ഭഗവാൻ, മധുവിനെ കൊന്നവനാണ് മധുവൈരി. മധുവൈരിയായ ഭഗവാനെ വരാഹസ്വരൂപം ധരിച്ച് നിന്ദരിവടിയാൽ ഹിരണ്യാക്ഷൻ കൊല്ലപ്പെട്ടപ്പോൾ സഹോദരനായ ഹിരണ്യകശിപു വ്യസനം കൊണ്ടും കോപം കൊണ്ടും അസ്വസ്ഥമായ മനസ്സോടു കൂടിയവനായിട്ട് നിൻ തിരുവടിയുടെ വധത്തിനായി അസുരന്മാരുടെ സഭയിൽ വെച്ച് സത്യം ചെയ്തുവത്രേ. ഹിരണ്യാക്ഷേ, ഹേ മധുവൈരിയായ ഭഗവാനെ, വരാഹസ്വരൂപം ധരിച്ച് നീ നിന്ദരിവടിയാൽ ഹിരണ്യാക്ഷൻ കൊല്ലപ്പെട്ടപ്പോൾ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായ ഹിരണ്യകശിപു കോപം കൊണ്ടും അസ്വസ്ഥമായ മനസ്സോടു കൂടിയവനായിട്ട് നിന്തിരുവടിയുടെ വധത്തിനായി അസുരന്മാരുടെ സഭയിൽ വെച്ച് സത്യം ചെയ്തുവത്രേ. വിധാതാരം ഘോരം സകലു തപസിത്വാ നചരതഃ പുരസാക്ഷാത് കുർവൻ സൂര്യനരമൃഗാധൈര്യനിധനം പരം ലബ്ധ്വാ ദുപ്തഃ ജഗത് ഇഹ ഭവത് നായകം ഇദം പരിക്ഷുദ്രൻ ഇന്ദ്രാത് അഹരത ദിവത്വാം അഗണയൻ. വിധാതാരം ഘോരം സഖലു തപസിത്വാ നചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗ ആദ്യൈഃ അനിധനം പരം ലബ്ധ്വാ ദുപ്തഃ ജഗത് ഇഹ ഭവത് നായകം ഇദം പരിക്ഷുദ്രൻ ഇന്ദ്രാത് അഹരത ദിവം ത്വാം അഗണയൻ. വിധാതാരം ഘോരം സകലു തപസിത്വാ നചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാധൈര്യനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗതിഹ ഭവൻ നായകമിദം പരിക്ഷുദ്രൻ ഇന്ദ്രാത് അഹരത ദിവം ത്വാം അഗണയൻ. വിധാതാരം ഘോരം സകലു തപസിത്വാ നചരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാധൈര്യനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗതിഹ ഭവൻ നായകമിദം പരിക്ഷുദ്ധ ഇന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. അവനാവട്ടെ ഉഗ്രമായ തപസ് ചെയ്തിട്ട്, ഹിരണ്യകശിപു ആകട്ടെ ഉഗ്രമായ തപസ് ചെയ്തിട്ട് താമസിയാതെ ബ്രഹ്മദേവനെ തന്നെ പ്രത്യക്ഷനാക്കി. ദേവമനുഷ്യ മൃഗാദികളാൽ കൊല്ലപ്പെടരുതെന്ന വരത്തെ ലഭിച്ച് ദേവമനുഷ്യ മൃഗാദികളാൽ താൻ കൊല്ലപ്പെടരുത് എന്ന വരം ലഭിച്ച അഹങ്കാരത്തോടു കൂടിയവനായി ഇവിടെ അങ്ങയുടെ രക്ഷയിലിരിക്കുന്ന ഈ ലോകത്തെ പീഡിപ്പിച്ചുകൊണ്ട് അങ്ങയെ വകവയ്ക്കാതെ ഇന്ദ്രനിൽ നിന്നും സ്വർഗത്തെയും അപഹരിച്ചു. ഹിരണ്യകശിപു ആകട്ടെ എന്തു ചെയ്തു? തൻ്റെ അനിയൻ ഹിരണ്യാക്ഷനെ മഹാവിഷ്ണു കൊന്നു എന്ന് കേട്ടിട്ട് ആ ദേഷ്യത്തിലിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വല്ലാതെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് ദേവമനുഷ്യ മൃഗാദികളെ കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള വരം ലഭിച്ചിട്ട് അതിൽ സന്തോഷവാനായി അഹങ്കാരത്തോടു കൂടിയവനായി അങ്ങയുടെ രക്ഷയിലിരിക്കുന്ന ഭൂലോകത്തിലെ എല്ലാവരെയും പീഡിപ്പിച്ചുകൊണ്ട് അങ്ങയെ വകവയ്ക്കാതെ ഇന്ദ്രനിൽ നിന്നും സ്വർഗത്തെപ്പോലും അപഹരിച്ചു എന്നാണ് പറയുന്നത്. നിഹന്തും ത്വാം ഭൂയസ്തവ പദം അവാപ്തസ്യ ചരിപോഃ ബഹിർദൃഷ്ടേഃ അന്തർദദിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദനുച്ചൈഃ തത്രപി അഖിലഭുവൻ അന്തേ ച മൃഗയൻ പിയായാതം മത്വാ സകലു ചീതകാശീ നിവവൃതേ. നിഹന്തും ത്വാം ഭൂയഃ തവ പദം അവാപ്തസ്യ ചരിപോ ബഹിഃ ദുഷ്ടേ അന്തർദദിത ഹൃദയേ സൂക്ഷ്മവിപുഷാം താനുച്ചൈ തത്രപി അഖിലഭുവൻ അന്തേ ച മൃഗയൻ വിയായാതം മത്വാ സകലു ജീതകാശീ നിവവൃതേ. നിഹന്തം ത്വാ ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോഃ ബഹിരന്തർദദേഃ
दुष्टेः बहिर्दुष्टेः अन्तर्दरितहृदये बहिर्दुष्टे अन्तर्दरितहृदये सूक्ष्मवपुषाः न तनुच्चैः तत्रापि अखिलभुवन अन्ते च मृगयन् वियायातं मत्वा सकलु ജീതകാശീനിവൃത്തെ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നീട് അങ്ങയെ വധിപ്പാനായി അങ്ങയുടെ സ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്ന ബാഹുദൃഷ്ടി മാത്രമുള്ളവനായ ആ ശത്രുവിൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷ്മ ശരീരത്തോടുകൂടി നിങ്ങളും മറന്നിരുന്നു. പിന്നീട് അങ്ങയെ വധിപ്പാനായി അങ്ങയുടെ സ്ഥാനമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന ബാഹുദൃഷ്ടി മാത്രമുള്ളവനായ ആ ശത്രുവിൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷ്മ ശരീരത്തോടുകൂടി അങ്ങ് മറഞ്ഞിരുന്നു. അവനാകട്ടെ ഉറക്കെ ഗർജിച്ചുകൊണ്ട് ആ വൈകുണ്ഠത്തിലും മറ്റെല്ലാ ലോകങ്ങളിലും അങ്ങയെ അന്വേഷിച്ച് പേടിച്ച് ഓടിപ്പോയവനായി കരുതി ജയിച്ചു എന്ന് അഭിമാനിച്ച് തിരിച്ചു മടങ്ങി വന്നു. പിന്നീട് അങ്ങയെ വധിപ്പാനായി അങ്ങയുടെ സ്ഥാനമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന ബാഹ്യദൃഷ്ടി മാത്രമുള്ളവനായ ആ ശത്രുവിൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷ്മ ശരീരത്തോടു കൂടി അങ്ങ് മറഞ്ഞിരുന്നു. ഇത് അയാൾ അറിഞ്ഞിരുന്നില്ല. അവനാകട്ടെ ഉറക്കെ ഗർജിച്ചുകൊണ്ട് ആ വൈകുണ്ഠത്തിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും അങ്ങേ അന്വേഷിച്ച് നടന്നു. അങ്ങയെ കാണാതായപ്പോൾ അങ്ങ് ഹിരണ്യകശിപുവിനെ പേടിച്ച് എവിടെയോ ഓടിപ്പോയി എന്ന് പറഞ്ഞ് ഭഗവാനെ ഞാൻ ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അഭിമാനിച്ച് തിരിച്ചു പോകുന്നു. അതായത് ഹിരണ്യകശിപു ഭഗവാൻ അന്വേഷിച്ച് എല്ലായിടത്തും ചുറ്റിക്കഴിഞ്ഞപ്പോൾ ഭഗവാനെ കാണാതായപ്പോൾ, പക്ഷെ ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതറിയാണ്ട് ലോകം മുഴുവൻ ചുറ്റിക്കഴിഞ്ഞിട്ട് ഭഗവാനെ കാണാതായപ്പോൾ തന്നിൽ നിന്നും പേടിച്ചിട്ട് ഒളിച്ചോടിയതാണ് പറഞ്ഞുകൊണ്ട് തിരിച്ചു അയാൾ കൊട്ടാരത്തിലേക്ക് പോയി. തത്രോസ്യ പ്രഹ്ലാദഃ സമജനീ സുതോ ഗർഭവസതോ മുനേർവീണാപാണേഃ. തതസ്യ പ്രഹ്ലാദസമജനിസുതഃ ഗർഭവസതൗ മുനേഃ വീണോപാണേ അധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യഃ ശിശു അമേത്യ ത്വയിരിതിം ഗതഃ ത്വദ്ഭക്താനാം വരദ പരമ ഉദാഹരണതാം. തതോസ്യ പ്രഹ്ലാദഃ സമജനി സുതോ ഗർഭവസതൗ മുനേർവീണാപാണേ അധിഗതഃ ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യഃ ശിശുരപി സമേത്യ ത്വയിരിതിം ഗതഃ ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. തതഃ അസ്യ പ്രഹ്ലാദഃ സമജനി സുതഃ ഗർഭവസതൗ മുനേഃ വീണാപാണേ അധിഗത ഭവദ്ഭക്തിമഹിമാം സ വൈ ജാത്യാ ദൈത്യഃ ശിശുഃ അപി സമേത്യ ത്വയിരിതിം ഗതഃ ത്വദ്ഭക്താനാം വര പരമ ഉദാഹരണതാം. തതഹസ്യ പ്രഹ്ലാദഃ സമജനി സുധാ ഗർഭവസതൗ മുനേഃ വീണാപാണേ അധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യശിശുഃ അപി സമേത്യ ത്വയിരിതിം ഗതഃ ത്വദ്ഭക്താനാം വരദ പരമ ഉദാഹരണതാം. അനന്തരം ഗർഭത്തിൽ വസിക്കുമ്പോൾ തന്നെ വീണാപാണിയായ നാരദ മഹർഷിയിൽ നിന്നും ഭഗവത്ഭക്തി മഹാത്മ്യം അറിഞ്ഞവനായ പ്രഹ്ലാദൻ ഇവൻ്റെ പുത്രനായി പിറന്നു. അവനാവട്ടെ ജാതിയിൽ അസുരനും ശിശുവും ആയിരുന്നിട്ടും അങ്ങയിൽ ആസക്തിയോടു കൂടിയവനായിട്ട് വരദനായ ഭഗവാൻ അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമമായ ഉദാഹരണ ഭാവത്തെ പ്രാപിച്ചു. അനന്തരം ഗർഭത്തിൽ വസിക്കുമ്പോൾ തന്നെ വീണാപാണിയായ നാരദ മഹർഷിയിൽ നിന്നും ഭഗവത് ഭക്തി മഹാത്മ്യം അറിഞ്ഞവനായ പ്രഹ്ലാദൻ ഇവൻ്റെ പുത്രനായി പിറന്നു. അവനാവട്ടെ ജാതിയിൽ അസുരനും ശിശുവും ആയിരുന്നിട്ടും കൂടി അങ്ങയിൽ ആസക്തിയോടു കൂടിയവനായിട്ട് ഭരതനായ ഭഗവാൻ അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമമായ ഉദാഹരണ ഭാവത്തെ പ്രാപിച്ചു. 5-ാമത്തെ ശ്ലോകം. സുരാരിണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്യാ ദൃഷ്ടാത്മാ ഗുരുഭിः അസിശിക്ഷ ചിരമമം ഗുരുപ്രോക്തം ചാസാപിതം വിദഭദ്രായ ദൃഢമിതിഃ അപാകർവൻ സർവം തവ ചരണഭക്തൈവവ്രതേ. സുരാരീണാമാസ്യം ശവചരണദാസ്യം നിജസുതേ സദൃഷ്ട്യാ ദൃഷ്ടാത്മാ ഗുരുഭിः അസിക്ഷച്ചിരമമം ദൃഷ്ട്വാ ദൃഷ്ടാത്മാ ഗുരുഭിः അസിശിക്ഷച്ചിരമമം ഗുരുപ്രോക്തം സാസൗ
അമഭദ്രായ ദൃഢമീതി അപാകുർവൻ സർവന്ത ചരണഭക്തൈവ ബവൃതേ സുരാരീണാം ഹാസ്യം തപചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദൃഷ്ടാത്മാ ഗുരുഭിः അശിക്ഷത് ചിരം അമും ഗുരുപ്രോക്തം ച അസൗ ഇദമിദം അഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യായേവ ബവൃതേ. ദുഷ്ടഭക്തിയായ ഹിരണ്യകശിപു സുരധ്യക്ഷുകളായ അസുരന്മാർക്ക് പരിഹാസയോഗ്യമായ അങ്ങയുടെ തൃപ്പാദദാസ്യ ഭാവത്തെ തൻ്റെ പുത്രനിൽ കണ്ടിട്ട് ഗുരുജനങ്ങളെ കൊണ്ട് ഇവരെ വളരെ കാലം അഭ്യസിപ്പിച്ചു. ഇവനാവട്ടെ ഇത് നല്ലതിനല്ല തീർച്ച തന്നെ എന്നിങ്ങനെ ഗുരുജനങ്ങളുടെ ഉപദേശം മുഴുവൻ തള്ളിക്കളഞ്ഞ് അങ്ങയുടെ പാദഭക്തിയോടുകൂടി തന്നെ വളർന്നു വന്നു. ദുഷ്ടബുദ്ധിയായ ഹിരണ്യകശിപു ദുരുദ്ദേശികളായ അസുരന്മാർക്ക് പരിഹാസയോഗ്യമായ അങ്ങയുടെ തൃപ്പാദസ്യ ഭാവത്തെ തൻ്റെ പുത്രനിൽ കണ്ടിട്ട് ഗുരുജനങ്ങളെ കൊണ്ട് ഇവനെ വളരെ കാലം അഭ്യസിപ്പിച്ചു. ഇവനാവട്ടെ ഇതും നല്ലതിനല്ല തീർച്ച തന്നെ എന്നിങ്ങനെ ഗുരുജനങ്ങളുടെ ഉപദേശം മുഴുവൻ തള്ളിക്കഴിഞ്ഞ് അങ്ങയുടെ പാദഭക്തിയോടുകൂടി തന്നെ വളർന്നു വലുതായി. ഇന്ന് വായിച്ച 5 ശ്ലോകങ്ങളും ഒരുമിച്ച് വായിക്കാം. ഹിരണ്യാക്ഷയ പ്രോതിപ്രവരവപുഷാ ദേവഭവദ ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ് സഹജഃ ഹിരണ്യപ്രാരംഭകശിപുഃ ഹരാരാദി സദസി പ്രതിജ്ഞാമാദേന തവ കില ബദാരർത്ഥം മധുരിപോ വിദാതാരം ഘോരം സകലു തപസിത്വാനചരതഃ പുരഃ സാക്ഷാത് കർവൻ സുരനരമൃഗാത് വൈര്യനിധനം പരം ലബ്ധ്വാ തൃപ്തോ ജഗതിഃ ഭവന്നായകമിദം പരിക്ഷുന്ദ ഇന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ച രിപോഃ ബഹിർദിഷ്ടേഃ അന്തർദദിതഹൃദയേ സൂക്ഷ്മവപുഷാം നദനുച്ചൈഃ തോത്രാഭിः അഖിലഭുവനാന്തേ ച മൃഗയൻ വിയായാത്വം മത്വാ സകലോ ജീതകാശീ നിവവൃതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.